നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് കുട്ടികളൊക്കെ തേക്കാൻ ഉപയോഗിക്കാറ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനുശേഷം കുറേ കാലങ്ങളായിട്ട് അങ്ങനെയുള്ള പതിവൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തേങ്ങ പറിച്ച സമയത്താണ് ഇങ്ങനെ കുറച്ച് പൊട്ടിയ തേങ്ങ ഉണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കൊപ്രയൊന്നും ആക്കാൻ ആരും മെനക്കെടാറില്ല. അതുകൊണ്ട് തന്നെ ആ പൊട്ടിയ തേങ്ങയിലെടുത്ത് വെളിച്ചെണ്ണ ഉരുക്കിയെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ആ ഒരു പരിപാടി നോക്കി. ഇവിടെ ഇപ്പം 4 അധികം മൂപ്പില്ലാത്ത തേങ്ങയായിരുന്നു. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ടാവും നോക്കാം. 4 തേങ്ങയുടെ പാലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. നെക്സ്റ്റ് ഡേ എടുത്തിട്ട് ക്രീമും അതിൻ്റെ അകത്ത് ഊരി വന്ന വെള്ളവും സെപ്പറേറ്റ് ചെയ്തു. ഇവിടെ അരിച്ച് കളയുന്ന വെള്ളത്തിന് നല്ലൊരു പുളിപ്പും ചെറിയൊരു മധുരം പിന്നെ ഒരു കള്ളിൻ്റെ സ്മെല്ലും ഉണ്ട് കേട്ടോ. പക്ഷേ അത് കേടായ സ്മെല്ലല്ല, അങ്ങനെയാണ് അത് ഉണ്ടാവുക ഒരു ദിവസം കഴിഞ്ഞതുകൊണ്ട്. വെള്ളം സെപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അരിപ്പയോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള തുണിയോ ഉപയോഗിക്കാം. പക്ഷേ അതിലൊക്കെ പറ്റിപ്പിടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ പരിപാടി ഉപേക്ഷിച്ചത്. പിന്നെ പാത്രം സെലക്ട് ചെയ്യുമ്പോൾ നല്ല അടികട്ടിയുള്ള ഉരുളി, ഓട്ടുരുളി ഇല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഉരുളി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടൂ. അല്ലെങ്കിൽ തീ ഓവറാകുമ്പോൾ ഈ എണ്ണയൊക്കെ തേങ്ങ അധികം ചൂടായിട്ട് തേങ്ങാപ്പാൽ അധികം ചൂടായിട്ട് എണ്ണ അതിൻ്റെ കൂടിയ ആവിയായി പോവും, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത. ഈ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് ഒരു പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കുന്നില്ല. ആകെ വേണ്ടത് നല്ല ക്ഷമയും പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇളക്കാനുള്ള ആ ഒരു ചൂടും ഇതൊക്കെ സഹിച്ച് ഇളക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ നമുക്ക് നല്ല വെന്ത വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ഉരുളിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. തീൻ്റെ ചൂട് കൂടുന്നതനുസരിച്ചിട്ട് ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതാണ് അതിനകത്തുള്ള മെയിൻ പ്രോസസ്സ്. പിന്നെ നല്ല തിള വരുന്ന സമയത്ത് ഈ പാല് കുറുകുന്ന സമയത്ത് ഈ കുമ്പളകൾ വന്ന് പൊട്ടിത്തെറിച്ച് കയ്യിലേക്ക് തെറിച്ചിട്ട് പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നീളമുള്ള മരത്തിൻ്റെ തവിയോ ഉള്ളത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ പൊള്ളലേൽക്കും. പിന്നെ ഈ ആവിയും ഒരുപാട് വെള്ളം വറ്റിപ്പോകുന്ന സമയത്ത് ആവി ഒരുപാട് നമ്മളെ കയ്യിലേക്ക് വരും, അതൊക്കെ ശ്രദ്ധിക്കണം. അരമണിക്കൂർ ഏകദേശം കഴിഞ്ഞു. അരമണിക്കൂർ കഴിയുമ്പോൾ ഇതാ തേങ്ങാപ്പാൽ ഈ രൂപത്തിലായിട്ടുണ്ട്. ചെറുതായിട്ട് എണ്ണ അതിനകത്ത് നിന്ന് കനിഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇതിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ചെറിയമ്മാവനാണ്. ചെറിയമ്മാവന് അച്ചാച്ചൻ പറഞ്ഞ് ചെയ്യുന്നതൊക്കെ കണ്ടാൽ നല്ല ഓർമ്മയുണ്ട്. നമ്മൾ ഇത് കണ്ടിട്ട് വരില്ല. 3/4 മണിക്കൂർ പിന്നിടുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം 2 ഷെയ്ഡ് കാണാം. ഒരു ഭാഗത്ത് കുറച്ച് ബ്രൗൺ നിറം ഇങ്ങനെ വരുന്നുണ്ട്, മറ്റേത് ആയി വരുന്ന ഭാഗവും തേങ്ങേൻ്റെ വെള്ള നിറം തന്നെ കാണുന്നുണ്ട് പാലിൻ്റെ. ഏകദേശം 1 മണിക്കൂറോടുകൂടി നമ്മുടെ എണ്ണ ഇങ്ങനെ ഊറി വരും. ഏകദേശം നമ്മളെ ഫൈനൽ റിസൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇത് ഇറക്കി വെക്കണം, അല്ലെങ്കിൽ എണ്ണയും ആവിയായിട്ട് പുറത്തേക്ക് പോകും. സംഗതി എന്തായാലും എണ്ണയൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ കുറച്ചധികം കുക്കായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പാലെടുത്തത് കൊണ്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലും സ്മെല്ലിലൊക്കെ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അത് നമുക്ക് ഫൈനലായിട്ട് അത് സ്മെല്ല് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഇട്ട ഡ്രസ്സും ആ റൂമും വീടും മൊത്തത്തിൽ നല്ല വെന്ത വെളിച്ചെണ്ണേൻ്റെ മണം. നമ്മളെ ഡ്രസ്സിൽ പോലും ആ സ്മെല്ല് പറ്റിപ്പിടിച്ച് നിൽക്കും കുറച്ച് സമയത്തേക്ക്. അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച ഉരുളി ഒരു സ്ലോപ്പ് ആക്കിയിട്ട് വെക്കുക. അതിൻ്റെ അടിയിൽ ചേരിയോ വിറകോ എന്തൊക്കെ വെച്ചിട്ട് സ്ലോപ്പാക്കി വെച്ചതിന് ശേഷം എണ്ണ താഴോട്ടേക്ക് ഊറി വരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള കരടുകളൊക്കെ ഈ തേങ്ങാപ്പീര ഒക്കെ മുകളിലോട്ടേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മെറ്റലിൻ്റെ അരിപ്പയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചായ ഇരിക്കുന്ന മെറ്റലിൻ്റെ അരിപ്പയോ അല്ലെങ്കിൽ കയ്യിലുണ്ടോ കോരി മാറ്റാം. രണ്ടാമതും നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് നിന്ന് കുറച്ചും കൂടി എണ്ണ കിട്ടുമെന്ന് വെച്ചിട്ട് ആക്കിയിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ കൊലത്തിലാണ് കിട്ടിയത്, ബ്രൗൺ കളറിൽ. അത് കുറച്ച് കരിഞ്ഞു പോയി. ആദ്യം കിട്ടിയ എണ്ണയെ നമുക്ക് പ്യൂറായിട്ട് കിട്ടുള്ളൂ. ഇത് നല്ല ഗോൾഡൻ കളറിൽ നല്ല അടിപൊളി വെന്ത എണ്ണ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ചും കൂടി ലൈറ്റായിട്ട് കിട്ടുമായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എണ്ണേൻ്റെ ക്വാളിറ്റി കൂടാൻ സാധ്യതയുണ്ട്. 4 മുഴുവൻ തേങ്ങേൻ്റെ ക്രീമിൽ നിന്നും നമുക്ക് ഇത്രയേ വെളിച്ചെണ്ണ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും എത്ര ഗ്രാം ഉണ്ടെന്ന് നമ്മൾ അളന്ന് നോക്കിയിട്ടില്ല. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വലിയൊരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് അടുത്ത ആഴ്ച.